തയ്യാറാക്കിയ ഈ ഇരിപ്പിടത്തിൽ വന്നിരുന്നുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കി തരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇത് റിയാസ് മൗലവി വധുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. റിയാസ് മൗലവി എന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല. ഇപ്പോൾ ഷഹീദായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ അതേ പവിത്രതയിലാണ് റിയാസ് മൗലവി ഈ രാജ്യത്തോട്, ഈ മണ്ണിനോട് വിട പറഞ്ഞിട്ടുള്ളത്. ഷഹീദിന്റെ കൂലി എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാസാലത്തുൽ മലായികത്തു യുല്ലുഹു അദിലിഹത്തിയാ ഹത്താ റഫിയ. കാരണം സ്വർഗത്തിൽ ഏവർക്കും കിട്ടുന്നതിനേക്കാളുള്ള മഹത്തമായ പരമോന്നതമായ സ്ഥാനത്താണ് ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞിട്ടുണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ ഷഹീദിന്റെ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് യാത്രയാകാൻ ഈ വേദി ഒരു കാരണമാകുമെങ്കിൽ എന്റെ മേൽപ്പറമ്പിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുക. അൽഹംദുലില്ലാഹില്ലസീ താമാത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പ്രിയപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന്റെ സന്നദ്ധ ഭടന്മാരായ എന്റെ സഹോദര യുവാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും ഇതര സമുദായത്തിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ജില്ലാ ജനകീയ നീതിവേദി എന്ന് പറയുന്ന ഒരു ചെറു സംഘടന ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിന്റെ കീഴിലാണ്. നമുക്കറിയാം, കാസർഗോഡ് മാർച്ച് 20-ാം തീയതി സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളുടെ കിരാത അസ്ത്രങ്ങളാൽ കൊടക് ജില്ലയിൽ നിന്നും വന്ന ചൂരിയിലെ കുട്ടികൾക്ക് അറിവിന്റെ അക്ഷരഗണികകൾ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു 28-കാരനാണ് എന്ന് പറയുമ്പോൾ അത് കൊടക് ജില്ലക്കാരനായ 28-കാരനായത് കൊണ്ടല്ല ചൂരിയുടെ പള്ളിക്കകത്ത് വെച്ചിട്ട് അതിദാരുണമായി കൊലപ്പെട്ടത്. അത് 28-കാരനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടല്ല കൊലപ്പെട്ടത്. നമ്മൾ അടിവരയിടേണ്ടത്, എന്റെ പ്രിയപ്പെട്ട എന്റെ മേൽപ്പറമ്പിൽ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അടിവരയിടേണ്ടത് അതൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ സംഘപരിവാറിന്റെ കിരാതങ്ങൾ കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു അംഗമായി കൊല്ലപ്പെട്ടതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ അണികളായി അംഗമായി ജീവിക്കുന്നവരായതുകൊണ്ട് ഒന്നും വേണ്ട, മുസ്ലിം നാമധാരികളായതുകൊണ്ട് തന്നെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജില്ലാ ജനകീയ നീതിവേദിയുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഈ വിനീതൻ സ്ഥാനത്തിന് ഞാൻ എടുത്തു പറഞ്ഞതല്ല, എനിക്ക് ഈ സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നത്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ടുണ്ടാവും. റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന്റെ ഓരോ മുഖങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടവരുണ്ടാകാം. കാസർഗോഡ് യുവജന കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. എന്തിനാ? റിയാസ് മൗലവി എന്ന് പറയുന്ന ഇനിയൊരു റിയാസ് മൗലവി കാസർഗോഡിന്റെ മണ്ണിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, കാസർഗോഡ് നഗരസഭാ കൗൺസിലറായ ആരിസ് പന്നു എന്ന് പറയുന്ന എന്റെ പിറകിലിരിക്കുന്ന എന്റെ പ്രിയ സഹോദരൻ, ആ സഹോദരനാണ് അതിന് രൂപം നൽകിയത്. ആ സഹോദരന്റെ കീഴിൽ ഇബ്രാഹിം ബാങ്കോട് എന്ന് പറയുന്ന എന്റെ പ്രിയ സുഹൃത്തും എന്റെ സഹോദരനും അവർ കൂടിയാലോചിച്ച് 10ഓളം ചെറുപ്പക്കാർ അതിനെ സംഘടനയായി രൂപീകരിക്കപ്പെട്ട് ആ സംഘടന കാസർഗോഡിന്റെ മണ്ണിൽ നിന്നങ്ങ് തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ പോയിട്ട് റിയാസ് മൗലവിക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്, പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.
ആ സംഘടനയിൽ വിനീതനും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാ യുവജന കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് എന്തുകൊണ്ടാ ജില്ലാ ജനകീയ നീതിവേദിയിലേക്ക് നിങ്ങൾ പോയത് എന്ന്. പക്ഷേ ഞാൻ മുമ്പേ ജില്ലാ ജനകീയ നീതിവേദിയിൽ ഒരു അംഗമായിരുന്നു. ആ യൂത്ത് വിങ് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോ അതിന്റെ പ്രസിഡന്റായി എനിക്ക് ചുമതല തന്നു എന്നേ ഉള്ളൂ. അല്ലാതെ യുവജന കൂട്ടായ്മയുടെ പ്രശ്നത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റോ അടിപിടിയായി പിരിഞ്ഞതോ ഒന്നുമല്ല. അത് നേരത്തെ ഇവിടുന്ന് സൈഫുദ്ദീൻ മാക്കോട് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആര് നടത്തുന്നു എന്ന് ആരും നോക്കണ്ട. എന്തിനാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് എന്ന് ഓരോരുത്തരുടെ വാരിയല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവപരമായ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ഭീഷണികൾ നമ്മൾക്കുണ്ടാകാം. എന്നാൽ ഞാൻ പറയുകയാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് വല്ലാഹി 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 ഞാൻ പറയുകയാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മേൽപ്പറമ്പിന്റെ മണ്ണിൽ നിന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഭീഷണികൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ പേരിൽ വല്ലാഹി 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 പറയുന്നു, ഈ സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ പേരിൽ ഇനി വെടിയേറ്റ് മരിക്കേണ്ടി വന്നാലും ഇൻഷാ അല്ലാഹ് ഈ സമരത്തിന്റെ പാതയിൽ നിന്ന് ഒരു പിടി പിന്നോട്ട് പോകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ മേൽപ്പറമ്പിന്റെ മണ്ണിനെ ഞാൻ സാക്ഷിയാക്കുകയാണ്. കാരണം നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കൊടക് ജില്ലക്കാരനായ ഒരു 28-കാരനായ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട കഥയല്ല. ഒരു മുസ്ലിമായ ഒരുത്തൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ പള്ളിക്കകത്ത് കയറിയിട്ട് പള്ളിക്കകത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട കഥയാണ്. ഇത് ഗൗരവമായി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇതിവിടുത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളുടെ അവരുടെ അജണ്ടയാണ്. ഇവർ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കിരാത പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ മണ്ണിലും നടത്തണം, ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കണം എന്നുള്ള വ്യാമോഹത്തോടുകൂടി അവർ വന്നതാണ് കാസർഗോഡിന്റെ മണ്ണിലേക്ക്. നമ്മൾ ഇത് അറിയാതെ പോകരുത്. ഓരോ നിമിഷവും ഇങ്ങനെ ദിവസവും ദിവസവും നമ്മളുടെ മനസ്സിൽ ഈ ഓർമ്മ പുനരുജ്ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാൻ ഈ വേദിയെ ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? റിയാസ് ഉസ്താദ് രാത്രിയിൽ പള്ളിക്കകത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടപ്പോ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ ആദ്യം കണ്ടതെന്താ? എന്താണ് നമ്മൾ കണ്ടത്? ഒരു മൂന്ന് ക്രിമിനലുകൾ അവർ മദ്യപിച്ചു, പാപങ്ങൾ അവർ മദ്യപിച്ചപ്പോൾ അവർക്ക് തോന്നി കഞ്ചാവ് വലിക്കണമെന്ന്. കഞ്ചാവ് വലിച്ചപ്പോൾ അവർക്ക് തോന്നി ഒരുത്തനെ കൊല്ലണമെന്ന്. ഒരുത്തനെ കൊല്ലാൻ തോന്നുമ്പോൾ എന്റെ സംഘപരിവാറിന്റെ കിരാതന്മാരെ, എന്തുകൊണ്ടോ നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും വയറ്റിലേക്ക് കത്തികുത്തിയേക്കാൻ നിനക്ക് മനസ്സ് വരാത്തത്? എന്തുകൊണ്ടാ നീ അള്ളാഹുവിന്റെ ഭവനത്തിൽ കയറി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന, നിങ്ങൾ വിജയത്തിലേക്ക് വരണം എന്ന് ഉറക്കെ വിളിക്കുന്ന ഒരു മുഹദ്ദിനെ, ഒരു പണ്ഡിതനെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത്? അപ്പോൾ ഇത് ഞങ്ങൾ മറന്നിട്ടില്ല. സംഘപരിവാരങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മറന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കള്ളു കുടിച്ചപ്പോ, കഞ്ചാവ് വലിച്ചപ്പോ അവർക്ക് തോന്നിയ കാരണമാണ് ഇതെന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ഒരുപാട് ചർച്ചാ വിഷയങ്ങളിലേക്ക് എടുത്തപ്പോ പറഞ്ഞെന്താ? ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറ്റപത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല, അതൊക്കെ വെറുതെ പറഞ്ഞു നടക്കുന്നതാ, വളരെ കൃത്യമായ കുറ്റപത്രമാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത് എന്ന്. കുറ്റപത്രം കൊണ്ടുകൊടുത്തു കോടതിയില്. കുറ്റപത്രം കൊണ്ടുകൊടുത്തു. എന്താ പറഞ്ഞറിയോ? എവിടെയോ കളിക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നത്തില് ആ 3 പ്രതികളിൽപ്പെട്ട ഒരു പ്രതിയുടെ പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യം അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാവപ്പെട്ടവൻ മദ്യപിച്ചു പോയി, അതിനോടൊപ്പം കഞ്ചാവ് വലിച്ചു പോയി. അപ്പോൾ അവർക്ക് മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി അവൻ കൊന്നത്, അല്ലാതെ മറ്റൊരു കാരണവും ഇതില്ല എന്ന് ഉച്ചക്ക് അരി ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യൻ ആ കുറ്റപത്രം വായിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ. അഡ്വക്കേറ്റ് എന്ന് പറയണ്ട, അഡ്വക്കേറ്റിന്റെ കോട്ടിടുന്നവൻ പോലും കോടതിയിൽ ചെന്നിട്ട് വാദിച്ചാൽ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവരാൻ കഴിയും പ്രതികളെ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ ആ കൊലയ്ക്ക് പിന്നിലും ആ കൊലയ്ക്ക് ശേഷം നടക്കുന്ന ഗൂഢാലോചനയും നമ്മൾ നിസ്സാരമായി തള്ളരുത്. ഇത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ദിനം പ്രതി ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ആദ്യം ഇങ്ങനെയൊക്കെ കേട്ടു,
ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ സംഘപരിവാരങ്ങൾ പറഞ്ഞു, യാതൊരു കാരണവശാലും ഞങ്ങൾ ഇവരെ സഹായിക്കുന്നതല്ല, ഒരു കാരണവശാലും ഞങ്ങൾ ഇവരെ സഹായിക്കുന്നതല്ല എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ശ്രീകാന്തിനോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ ആരാണ് ഹാജരായത് കോടതിയില്? ആരാണ് ഹാജരായത് കോടതിയില്? പയ്യന്നൂരിലെ അനിൽകുമാർ ബി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകനാണ്. അവരാണ് കോടതിയിൽ ഹാജരായത്. അഡ്വക്കേറ്റ് ഞാൻ ശ്രീകാന്തിനോട് ചോദിക്കട്ടെ, പ്രതികൾക്ക് സുരക്ഷ കൊടുക്കില്ല, പ്രതികൾക്ക് സഹായം നൽകില്ല എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ശ്രീകാന്തിനോട് ഞാൻ ചോദിക്കുകയാണ്, തനിക്ക് എത്ര തന്തയുണ്ടോ? ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തിൽ ഉറച്ചു നിന്ന് ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ ഇച്ഛാശക്തിയില്ലെങ്കിൽ നിനക്ക് ഇതിനേക്കാളും നല്ലത് മറ്റു ചില പണിക്ക് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് അയ്യോ നാരായണ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, കോടതിയുള്ള കഥ ഇങ്ങനെയാണ്. പ്രതികൾക്ക് എപ്പോ വേണമെങ്കിലും ജാമ്യം കൊടുക്കാം. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ അവർക്ക് കാസർഗോഡ് സെഷൻസ് കോടതിയിൽ ജാമ്യം തള്ളുമ്പോൾ വിനീതനുണ്ടായിരുന്ന കോടതിയിൽ എന്താണ് തള്ളിയെന്നറിയോ? പ്രതികൾക്ക് സുരക്ഷയില്ല എന്ന് പറഞ്ഞിട്ടാ തള്ളിയത്. ഹൈക്കോടതിയിൽ പോയാൽ പ്രതികൾക്ക് പുഷ്പം പോലെ ജാമ്യം വാങ്ങി അവർ തിരിച്ചു വരും. ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കണം. റിയാസ് ഉസ്താദിന്റെ കഥ മാത്രമല്ല ഞാൻ ഇവിടെ പറയുന്നത്, ഇതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ വളരെയധികം ഗൂഢാലോചന ഇതിലുണ്ട്. ഓരോ മുസ്ലിമിനെയും ഭയത്തോടെ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ ചലിപ്പിക്കാതെ നിർത്താനുള്ള ഓരോ തന്ത്രങ്ങളാണ് സംഘപരിവാറിന്റെ. അതുകൊണ്ട് നമ്മൾ നിർഭയത്തോടെ കൂടെ നിൽക്കാതെ, നമ്മൾ ഭയത്തോടെ കൂടെ നിൽക്കാതെ നിർഭയത്തോടെ നിൽക്കുന്ന ആൺകുട്ടികളാകാൻ എന്റെ ഓരോ കാസർഗോഡിലെ ആൺകുട്ടികളും നിൽക്കണം. ദിലീപിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഇടുന്ന എന്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, എന്ത് നാണമില്ല നിങ്ങൾക്ക്? ഒരു പള്ളിക്കകത്ത് കയറിയിട്ട് ഉസ്താദിനെ കൊലപ്പെടുത്തിയിട്ട് ഇതേ മേൽപ്പറമ്പിന്റെ മണ്ണിലാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. ദിലീപ് ഫാൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ കണ്ടത് ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു. മേൽപ്പറമ്പിന്റെ മണ്ണിലാണ് സ്ഥാപിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ നിങ്ങൾ ചെയ്തോ? ഒരു ഉസ്താദിനെ പള്ളിക്കകത്ത് കയറിയിട്ട് അതിദാരുണമായി പൈശാചികമായി കൊലപ്പെടുത്തിയിട്ട് അതിന്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, അതിന്റെ സമര പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഘപരിവാറിന്റെ ഗൂഢാലോചന എനിക്ക് പറയാനുള്ളത്, സംഘപരിവാറിനോട് നമ്മൾ സന്ധിയാകുന്ന യാതൊരു കാരണവശാലും നമ്മൾ സന്ധിയാവൂല. ചിലപ്പോൾ ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, ഇവർക്കെതിരെ നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ പേരിൽ ഈ ഫാസിസ്റ്റ് ശക്തികളും ഈ സംഘപരിവാരങ്ങളും ഇവിടുത്തെ ഭരണകൂട ഭീകരതയും ഇവിടുത്തെ കാവി പോലീസും ഒക്കെ ചേർന്ന് നമ്മളെ കൂടിപ്പോയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അങ്ങ് കൊന്നുകളയുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട എന്റെ സത്യവിശ്വാസികൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മരണം പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യണമെന്നാണ്. മരണം പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന ആൺകുട്ടികളായി മാറണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ, ഈ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നവർക്കെതിരെ പോരാടാൻ നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, ആ സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, സംഘപരിവാറിന്റെ വളരെ കൂട്ടമായ ആലോചനയുടെ ഫലമായി 2022 ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ്. അതിന് നമുക്ക് ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് അവർ പറഞ്ഞ അവരുടെ വിഡ്ഢിത്തമാണ്. പക്ഷെ അതിന് നമുക്ക് ഒരു ഭരണത്തിന്റെ ആവശ്യമോ നമുക്ക് ജനപ്രതിനിധികൾ ആവശ്യമോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിൽ പണം വേണ്ട, ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് ജീവൻ കൊടുത്തുകൊണ്ടും അതിനെതിരെ പ്രതികരിക്കുന്ന ആൺകുട്ടികൾ കേരളത്തിലില്ലെങ്കിൽ കാസർഗോഡിന്റെ മണ്ണിലുണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനപരമായ ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക, മുസ്ലിം സമുദായത്തിന്റെ ഭയത്തോടെ നിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരുപാട് കഥകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അവരുടെ ലക്ഷ്യത്തിന് നമ്മൾ എത്തി നോക്കണം. കാരണം ഒന്നുമില്ല, ഏതൊരു ഉസ്താദ് കൊലപ്പെട്ടതല്ലേ, എവിടെയോ ബീഫിന്റെ പേരിൽ കൊലപ്പെടുന്നതല്ലേ, എവിടെയോ ട്രെയിനിൽ ആക്രമിക്കപ്പെടുന്നതല്ലേ, എവിടെയോ ഉള്ള സഹോദരി മാനഭംഗം ചെയ്യപ്പെടുന്നതല്ലേ എന്ന് പറഞ്ഞ് വീട്ടിലെ കഥകടിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കരുത്. ഇത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. നമ്മൾ നിസ്കരിക്കാൻ പോകുന്നുണ്ട്. എന്താ വിശുദ്ധ ഖുർആനിലാ പറഞ്ഞ് നിസ്കരിക്കണമെന്ന്? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണമെന്ന്. എന്തിനാ നിസ്കരിക്കുന്നത്? ഇന്ന സ്വലാത്തൽ സിക്രി, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ റമളാൻ നമ്മോട് വിട പറഞ്ഞു പോയതാണ്. 1 മാസത്തോളമായി, 1 മാസം ആവാനാവുന്നു. ആ വിശുദ്ധ റമളാനിൽ നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്. എന്തിനാ വിശുദ്ധ റമളാനിൽ നോമ്പ് നോക്കാൻ പറഞ്ഞു? ലഅല്ലക്കും തത്തഖൂൻ,
നിങ്ങൾക്ക് തഖ്വയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ നോമ്പ് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതേ വിശുദ്ധ ഖുർആനിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞത്, നിങ്ങളുടെ വാരിയിൽ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിങ്ങൾ ഇത് കുറിച്ചിടണം. അതേ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമാലക്കും തുഖാതിലുന ഫീ സബീലില്ലാഹി മുസ്തദാഫീന മിൻ റിജാൽ വന്നിസാഇ വൽദാരില്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഖറയത്തി അല്ലാഹി യഖ്ലുഹാ വജഅൽനാ മിൻ ലദുൻക വലിയ വജഅൽനാ മിൻ ലദുൻക. അല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയും ആക്രമിക്കപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയും ആക്രമിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയും അവർക്ക് ഇങ്ങനെ അക്രമം സഹിക്കവയ്യാതെ അവരിങ്ങനെ അള്ളാഹുവിനോട് കേടപേക്ഷിക്കുകയാണ്. എന്താണ് പറയുന്നത്? അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ അക്രമം സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഈ പീഡനം സഹിക്കാൻ കഴിയുന്നില്ല, അല്ലാഹ് ഞങ്ങൾക്കൊരു വിമോചകനെ തരണം തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സമൂഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പോരാടാതിരിക്കാൻ, അവർക്ക് വേണ്ടി നിങ്ങൾ സമരത്തിൽ ഏർപ്പെടാതിരിക്കാൻ എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർക്ക് വേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി വാളെടുക്കാതിരിക്കാൻ നിങ്ങൾക്കെന്ന് ന്യായമാണ് സത്യവിശ്വാസികളെ എന്ന് വിശുദ്ധ ഖുർആന്റെ ചോദ്യം ഞാനും നിങ്ങളും അടിവരയിടേണ്ടതാണ്. കാരണം ഇത് സംഘപരിവാറിന്റെ കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രശ്നമുണ്ടാക്കുക എന്ന് മാത്രമുള്ള ഒരു ലക്ഷ്യമൊന്നുമല്ല. നമ്മള് നവംബർ 8-ാം തീയതി, കഴിഞ്ഞ വർഷം നവംബർ 8-ാം തീയതി അർദ്ധരാത്രി 12 മണിയോടടുത്ത സമയം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം റിയാസ് ഉസ്താദിന്റെ വധത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും പ്രതികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനും വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ചില പേരുകൾ പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ചില പേരുകൾ പറയാതെ പോകാനും നമുക്ക് കഴിയില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ആ കിരാതൻ സംഘപരിവാരൻ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാരൻ, അദ്ദേഹം നവംബർ 8-ാം തീയതി അർദ്ധരാത്രി 12 മണിയുടെ അടുത്ത സമയം ഈ രാജ്യത്തിലെ ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് പറഞ്ഞു, അരേ ദേശവാസിയോ, പഴയ നോട്ടുകളൊക്കെ ഹറാമാക്കി, പഴയ 500-1000 ഹറാമാക്കി, ഇനി പുതിയതങ്ങ് തരും, ഞങ്ങൾ ഇവിടുന്ന് തീരുമാനിക്കും, നിങ്ങളത് എടുത്തുകൊള്ളുക. പക്ഷേ ആ വിഷയത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. ആ വിഷയം നടക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ചർച്ചയായ മറ്റൊരു വിഷയമുണ്ട്. എന്താണ് പറഞ്ഞത്? ഏക സിവിൽ കോഡ്. ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് എന്ന നിയമം കൊണ്ടുവരാൻ പോവുകയാ. ഇതിന്റെ പിന്നിൽ സംഘപരിവാരങ്ങളാ. അവരെന്താ പറയുന്നത്? ഏക സിവിൽ കോഡിൽ ആകെ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അവരാദ്യമായി അതിൽ കൊണ്ടുവന്ന വിഷയം എന്താ? മുത്തലാഖെന്ന വിഷയമാണ്. മുത്തലാഖെന്ന വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ചാനൽ ചർച്ചയിലൂടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും കണ്ടവരാ. മുത്തലാഖിന്റെ വിഷയത്തിൽ ഏറ്റവും അധികം സംഘപരിവാരങ്ങൾക്കാണ് സങ്കടം ഉണ്ടായത്. അവർ പറയുക, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹത്തിൽ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കണം. കാരണം സംഘപരിവാർ നിങ്ങളെ ചതിക്കുകയാണ്. നിങ്ങൾ അവരുടെ ചെവിക്ക് പിടിച്ച് പടിക്ക് പുറത്തറിയണം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സമൂഹമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കണം, എന്നിട്ട് വിനീതന്റെ ശബ്ദം ശ്രവിക്കണം. എന്തെങ്കിലും ഒരു വർഗീയതയുടെ വാക്കുകൾ എന്റെ നാവിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ കയറി എന്നെ ചെരുപ്പെടുത്തടിക്കാം. നിങ്ങൾ ഇവിടെ വന്നിരിക്കണം. എന്താ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് മുത്തലാഖിന്റെ വിഷയത്തില് മുസ്ലിം സമുദായത്തിന്റെ ആൺകുട്ടികളെല്ലാം, മുസ്ലിം സമുദായത്തിലെ മനുഷ്യരെല്ലാം, മുസ്ലിം സമുദായമെല്ലാം 4-5 പെണ്ണുങ്ങൾ കെട്ടുന്നു, 4-5 ഭാര്യമാരുണ്ട്, അവർക്ക് ബഹുഭാര്യത്വമുണ്ട്, എന്നിട്ട് അവർ 10-15 പ്രസവിപ്പിക്കുന്നു, എന്നിട്ട് ഇവിടെ ഇന്ത്യയിലെ ശരാശരി മുസ്ലിം വർധന ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇവരുടെ ഭർത്താക്കന്മാർ ഇവിടെ ഒഴിവാക്കിയിട്ടങ്ങ് പോകുന്നു, അപ്പുറത്ത് പോയി മറ്റത് കെട്ടുന്നു. സംഘപരിവാരങ്ങളാ പറയുന്നേ. സംഘപരിവാരങ്ങൾ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം എന്താ പറഞ്ഞത്. അവര് പറഞ്ഞത് 4 ഭാര്യമാരൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ ഉണ്ടാക്കിയിട്ട് അവരതിനെ ത്വലാഖ് ചൊല്ലുന്നു. മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ പിന്നീടുള്ള അവസ്ഥ എത്ര ദാരുണമാണ് എന്നാണ് സംഘപരിവാരങ്ങൾ ചോദിക്കുന്നത്. എന്തു സ്നേഹമാ മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീകളോട് സംഘപരിവാരങ്ങൾക്ക്.
സംഘപരിവാരങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീകളോട് എന്ത് സ്നേഹമാ? എന്റെ പ്രിയപ്പെട്ട സംഘപരിവാരന്റെ ഏതെങ്കിലും ഒരു കിരാതൻ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്താണോ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിം സഹോദരിമാരെ മാനഭംഗം ചെയ്യപ്പെടുമ്പോ ഗുജറാത്തിന്റെ തെരുവോരത്ത് കൗസർ ബാനു എന്ന് പറയുന്ന സഹോദരിയെ, ഗർഭിണിയായ സഹോദരിയെ വയറ് കുത്തിക്കീറി അതിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്തുകൊണ്ട് ശൂലത്തിൽ നിർത്തിയിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോ എവിടെയായിരുന്നോ നിങ്ങളുടെ സഹോദരി സ്നേഹം? ഞാൻ ചോദിക്കട്ടെ, മുംബൈയുടെ തെരുവോരങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മുസ്ലിം സഹോദരിമാര് അവരുടെ വീടുകളിൽ, അവരുടെ കുടിലുകളിൽ നിന്ന് പുറത്തിറക്കിക്കൊണ്ടുവന്നിട്ട് വിശുദ്ധ ഖുർആൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അവരെ നടുറോട്ടിൽ ബലാത്സംഗം ചെയ്ത് കൊന്നൊടുക്കിയിട്ട് ആ രംഗം വീഡിയോ ക്യാമറകളിൽ പകർത്തിയിട്ട് ഇവന്റെ ഒക്കെ തലതൊട്ടപ്പന്മാരുടെ അന്തപ്പുറത്തിരുന്നുകൊണ്ട് ആ വീഡിയോ കണ്ടും കേട്ടും ത്രസിച്ചിരിക്കുമ്പോ എന്റെ കിരാത സംഘപരിവാരങ്ങളെ, എവിടെയായിരുന്നോ നിങ്ങൾക്ക് മുസ്ലിം സഹോദരിമാരുള്ള സ്നേഹപ്രകടനം? അപ്പോഴൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ സ്ത്രീകളോട് നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ കപട സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ് സംഘപരിവാറിന് ഇനിയും ഒരുപാട് മറുപടികൾ നമുക്ക് ഒരുപാട് വേദികൾ കൊടുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരെയും കേരള യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഒരുപാട് വിഷയങ്ങളിൽ എന്റെ ശബ്ദം അടഞ്ഞു പോകുന്നതാണ് തീരുമാനിച്ചത്. ഒരുപാട് 9 മണി വരെയാണ് പെർമിഷൻ. എന്നാലും കേസെടുത്താലും പ്രശ്നമില്ല, 15 മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, സംഘപരിവാരൻ ഇങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വരും ഇങ്ങനെ പറയുക, എന്നിട്ട് മറുഭാഗത്ത് കൂടി പറയുകയാണ്. ഇപ്പോ DGP ആയിരുന്ന TP സെൻകുമാർ, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം ഊർജിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പ്രിയപ്പെട്ട ആരിസ് ബന്നുവും സൈഫുദ്ദീനും ആക്കോടും അബ്ദുറഹ്മാൻ തെരുവത്തും ഒക്കെ പോയി കണ്ടതാണ് ഞങ്ങൾ അദ്ദേഹത്തെ. TP സെൻകുമാർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേരിന് മുന്നിലുള്ള TP എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് തന്തയ്ക്ക് പിറന്ന സെൻകുമാർ എന്നാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന്റെ വാരികയ്ക്ക് അഭിമുഖം കൊടുത്തപ്പോ എനിക്ക് മനസ്സിലായി, അത് ഞാനങ്ങ് തിരുത്തി, തന്തയ്ക്ക് പിറക്കാത്ത സെൻകുമാറാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങളൊക്കെ കേരളത്തിൽ പ്രസവിച്ചപ്പോ കൂടുതൽ പ്രസവിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. 42, 100 പ്രസവിക്കുമ്പോ 42 മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ ആൺകുട്ടികളുടെ നട്ടലിന് വില പറയുക. ഇവന്റെ ഒരു തള്ളച്ചിയുണ്ട് കേന്ദ്രത്തില്. TP സെൻകുമാറിന്റെ ഒരു തള്ളച്ചിയുണ്ട്, സ്വാതി പ്രാച്ചി. ഞാൻ വിളിക്കല് സ്വാതി പ്രാന്തി എന്ന. ആ തള്ളച്ചി പാർലമെന്റിലെ MP. അവളും ഇതേപോലെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. എന്താണെന്നറിയോ? മുസ്ലിം സഹോദരിമാരും 4ഉം 5ഉം പ്രസവിക്കുക ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് വന്ധ്യകരണം നടത്തണം, അവരുടെ പ്രത്യുൽപാദനം കുറക്കാൻ വേണ്ടിയിട്ട് വന്ധ്യകരണം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. TP സെൻകുമാറിനോടും ആ സ്വാതി പ്രാന്തിയോടും എനിക്ക് പറയാനുള്ളത്, ദൈവം എല്ലാവരുടെ ശരീരത്തിലും ഒരു അവയവം തന്നിട്ടുണ്ട്. നിങ്ങള് ഇത് മനസ്സിരുത്തി ചിന്തിക്കാൻ വേണ്ടി പറയുക, തമാശയല്ല. എല്ലാവരുടെ ശരീരത്തിലും ഒരു അവയവം തന്നിട്ടുണ്ട്. എന്തിനാ? റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാ, പ്രത്യുത്പാദനത്തിന് വേണ്ടിയിട്ടാ. ഞങ്ങള് അതെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത്. നിങ്ങൾ അത് വിളിച്ച് പൂജ നടത്തിയാലൊന്നും കുട്ടികൾ ഉണ്ടാവില്ല. അതെടുത്ത് പ്രയോഗിക്കുന്ന പോലെ പ്രയോഗിച്ചാൽ നിങ്ങൾക്കും ഉണ്ടാവും കുട്ടികൾ. സംഘപരിവാരങ്ങളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിനെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ച് പറയാൻ പോലും അർഹതയില്ലാത്ത ബ്രിട്ടീഷ് പട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് മാപ്പ് എഴുതി കൊടുത്ത, എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്ത ആൾക്കാരാണ്, അനുയായികളാണ് നിങ്ങൾ. ഞങ്ങൾക്ക് ഷഹീദ് ടിപ്പു സുൽത്താന്റെ, മമ്പുറം തങ്ങളുടെ, നവാബ് സിറാജ് ദൗലയുടെ അനുയായികളായ ഞങ്ങൾക്ക് രാജസ്നേഹവും സഹോദര സ്നേഹവും ഭാരത സ്നേഹവും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെടുത്ത് വരേണ്ടടോ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എനിക്ക് വളരെ വ്യക്തമായി പറയാനുണ്ട്. റിയാസ് മൗലവിയുടെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ സൈഫുദ്ദീൻ മാക്കോട് പറഞ്ഞു, ഓഗസ്റ്റ് 4-ാം തീയതി ഇവിടെ നിന്ന് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെട്ട് അനന്തപുരിയുടെ മണ്ണിൽ ഇൻഷാ അല്ലാഹ് 14-ാം തീയതി, അതിനിടയിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലൂടെ യാത്ര പോയി ഞങ്ങൾ അവിടെ നിന്ന് പറയും, MP-മാരെ ഞങ്ങളങ്ങ് കാണും, കണ്ടിട്ട് ഞങ്ങളങ്ങ് പറയും, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഇതാണ് ഞങ്ങൾ നിറവേറ്റി തരേണ്ടത്. ഇത് കാസർഗോഡിന്റെ മാത്രം കാര്യമല്ല, ഇത് കേരളത്തിന്റെ കാര്യമല്ല, ഇന്ത്യയിലെ ഓരോ മുസ്ലിമിന്റെയും കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങൾ നിറവേറ്റി തരണം, പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ഞങ്ങൾ പറയും.
എന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾക്കറിയാം എങ്ങോട്ടാ പോകണ്ടെന്ന്. അപ്പൊ ഞങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളും മതമൗലികവാദികളും എന്ന് വിളിച്ചുകൊണ്ട് ആരും ഞങ്ങളെ പിന്നാലെ വന്നേക്കരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയും. ഒരുപാട് പറയാനുണ്ട്, സമയമില്ല, ഒരുപാട് പറയാനുണ്ട്. പിന്നെ സംഘപരിവാരങ്ങളൊക്കെ ഒരു വിചാരം. കാസർഗോഡിന്റെ മണ്ണില് റിയാസ് ഉസ്താദ് കൊല്ലപ്പെട്ട അതേ ചൂരിയിൽ വെച്ച് അൽതാഫ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കൊലപ്പെടുത്താൻ ശ്രമം ഉണ്ടായി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടൊന്നും സംഭവിച്ചില്ല. ചെറിയ നിസ്സാരമായ പരിക്ക് ഉണ്ടായിട്ടുണ്ട്. അവര് വന്ന് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതാ. എന്നിട്ട് അവിടുന്ന് ആ പ്രതിയെ ഞങ്ങൾക്ക് കയ്യോടെ കിട്ടി. ആ പ്രതിയെ കയ്യോടെ കിട്ടിയത് ഞങ്ങൾ അവിടുന്ന് അവനെ വിട്ടു. കാരണം എന്താ? ഞങ്ങൾ വന്ന് പെട്ടവനെ ഞങ്ങൾക്ക് പിന്നെന്ന് കുത്തുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവനെ വെറുതെ വിട്ടു. എന്നിട്ട് ഇപ്പൊ അവർ ചില ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ കിട്ടിയിട്ട് പോലും ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആ സംഘപരിവാറിന്റെ കിരാതനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇനി നിന്റെ ശിഷ്ടജീവിതം ചൂരിയിലെ ആൺകുട്ടികളെ, മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളുടെ ഔദാര്യമാണ് നിന്റെ ശിഷ്ടജീവിതം. വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് സമരമുറ മാറ്റേണ്ടി വന്നാൽ ഞങ്ങൾ മാറ്റുക തന്നെ ചെയ്യും. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് നിയമം കയ്യിലെടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ട്, മഹനീയമായ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കും. അതിന് ഞങ്ങൾ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് നേരത്തെ സുബൈർ പഠിപ്പിവിടെ പ്രസംഗിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് മറ്റെന്തോ വേണം, നമുക്ക് പിന്നെ ചിന്തിക്കാം ഇൻഷാ അല്ലാഹ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിനെ ഇസ്സത്തിനെയും മാനത്വത്തിനെയും നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. എന്റെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പ്രതികരിക്കാൻ ഞങ്ങളുടെ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ നായകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രതികരിക്കണം, തിരിച്ചടിക്കണമെന്ന്. സംയമനം പാലിക്കാനാ വേണ്ടി പറഞ്ഞത്. ആ സംയമനമാണ് കാസർഗോഡിന്റെ മണ്ണിൽ കണ്ടത്. ഉസ്താദിനെ കൊലപ്പെടുത്തിയിട്ട് ഒരു ഹിന്ദുവിന്റെ, ഒരു ഹൈന്ദവ സഹോദരന്റെ, ഒരു പൂജാരിയുടെ ഒരു രോമത്തിന് പോലും പോറലേറ്റിട്ടില്ലെങ്കിൽ അത് മുസ്ലിം സമുദായത്തിന്റെ സംയമനം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കാൻ വളരെ അടിവരയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഫാസിസ്റ്റ് ശക്തികളാണല്ലോ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ മണ്ണിലെ. ഫാസിസത്തിന്റെ കഥ പറയുമ്പോൾ അബ്ദുൽ നാസർ മഹദനിയുടെ കഥ പറയാതെ ഞാൻ ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫാസിസം കടന്നു വരും, ഫാസിസം നിന്റെ അടുക്കളയിലെത്തും, ഫാസിസം നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന് വരെ വില പറയുമെന്ന് പറഞ്ഞ പ്രവചിച്ച ഒരു ദീർഘജ്ഞാനിയായ ഒരു നേതാവേ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുള്ളൂ. അത് അബ്ദുൽ നാസർ മഹദനിയാണ്. ആ അബ്ദുൽ നാസർ മഹദനിയുടെ പേര് ഇവിടെ പറയാതെ പോയാൽ പിന്നെ എന്ത് ഫാസിസത്തിനെതിരെ നമ്മൾ ശബ്ദിക്കുന്നു? നമുക്ക് പറയാൻ അർഹതയില്ല. നമ്മൾ ചിന്തിക്കണം. അബ്ദുൽ നാസർ മഹദനി 17 കൊല്ലമായി ജയിലില. ഞാനിവിടെ പറയുന്നത് അബ്ദുൽ നാസർ മഹദനി പീഡിപ്പിക്കാരനായത് കൊണ്ടല്ല, അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരന്മാർ മുസ്ലിം ആയിക്കൊണ്ട് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ പക്ഷപാതിത്വപരമായി സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. എന്താണ് മഹദനി പറഞ്ഞത്? എന്തിനാ മഹദനി ജയിലിലടക്കപ്പെട്ടത്? മഹദനി എവിടെയെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും ആക്രമിക്കണമെന്ന് മഹദനി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഞാൻ 1 കോടി രൂപ തരാം. അവർക്ക് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ അമുസ്ലിം സഹോദരനെ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ആരാധനാലയത്തിൽ അമുസ്ലിം സഹോദരന്റെ ആരാധനാലയത്തിൽ കല്ലെറിയണമെന്ന് മഹദനി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹോദരനെ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അന്യമതസ്ഥന്റെ ഒരു രോഗം പറിക്കാൻ മഹദനി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്ത് കോപ്പ ഇന്ത്യയുടെ മണ്ണിൽ മഹദനി കാണിച്ചേ? 17 വർഷമായി ജയിലില. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്ത രോഗങ്ങളുമായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂർ ഹോസ്പിറ്റലില്. 17 വർഷമായി. നമുക്ക് ബാധ്യതയുണ്ട് ശബ്ദിക്കല്. എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരു പിടി മണി പോലും മാറ്റരുത് എന്നാണ് മഹദനി പറഞ്ഞിട്ടുള്ളത്. ഈ മഹദനിയാണ് തീവ്രവാദിയാക്കുന്നത്. പിന്നെ എന്ത് തെറ്റാ മഹദനി ചെയ്തത്? എന്തിനാ 17 വർഷക്കാലം ജയിലിലടക്കപ്പെട്ടത്? മഹദനി ചെയ്ത തെറ്റ് ഞാൻ ഇവിടെ വിളിച്ചു പറയാം.
മഅദനി തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുക, ആസാമിന്റെയും ഭിവണ്ടിയുടെയും ഗുജറാത്തിന്റെയും ജംഷഡ്പൂരിന്റെയും ഗുവാഹട്ടിയുടെയും വാരാണസിയുടെയും അലിഗറിന്റെയും അഹമ്മദാബാദിന്റെയും പകൽപൂരിന്റെയും ബിജ്നോറിന്റെയും മണ്ണിൽ വെട്ടിനിർത്തപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി മഅദനി ശബ്ദിച്ചിട്ടുണ്ട്. 465 വർഷക്കാലം അള്ളാഹു ജഗന്തിയന്താവായ അള്ളാഹുവിന് സുജൂദ് ചെയ്ത ബാബരി മസ്ജിദിന്റെ മിനാരക്കുടങ്ങൾ സംഘപരിവാര കിരാത ഹസ്തങ്ങളാൽ തകർക്കപ്പെട്ടപ്പോൾ അതിനെതിരെ മഅദനി ശബ്ദിച്ചിട്ടുണ്ട്. ആസാമിന്റെ തെരുവോരങ്ങളിൽ കൊന്നൊടുക്കിയവർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്. മുംബൈയുടെ തെരുവോരങ്ങളിൽ ബലാത്സംഗം ചെയ്തവർക്ക് വേണ്ടി മഅദനി ശബ്ദിച്ചിട്ടുണ്ട്. ഇതെന്റെ സഹോദരന്മാരാണ്, ഇതെന്റെ സഹോദരിമാരാണ് എന്ന് പറഞ്ഞിട്ട് മഅദനി ഉറക്കെ വിളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാണ് മഅദനി ചെയ്ത തെറ്റ്. ഇതാർക്ക് വേണ്ടിയാ ചെയ്തത് മഅദനി? ഇതാർക്ക് വേണ്ടിയാ ചെയ്തത്? മഅദനിയുടെ വീട്ടിലേക്ക് അരി കൊണ്ടുപോകാനാണോ? മഅദനിയുടെ മക്കളെ ഉന്നത പദവിയിൽ എത്തിക്കാനാണോ മഅദനി ചെയ്തത്? അല്ല, നാം ഓരോരുത്തർക്കും വേണ്ടിയാ ചെയ്തത്. ഓരോ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ് മഅദനി ശബ്ദിച്ചിട്ടുള്ളത്. അപ്പോൾ വിപരീതമായ ഒരു നന്ദിയുടെ പേരിലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സമര പോരാട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആത്മഹത്യ ചെയ്തലാ ഇതിനേക്കാളും നല്ലത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. കാരണം മുസ്ലിം സമുദായത്തിന് വേണ്ടിയാ ശബ്ദിക്കുന്നത്. നമ്മളിൽ ഒരുമയോടെ നിൽക്കേണ്ട സമയമാണ്. രാഷ്ട്രീയ ഭേദമില്ലാതെ സംഘടനാ ഭേദമില്ലാതെ AP EK വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യത്തോടെ യൂണിറ്റിയോടെ നിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം റിയാസ് ഉസ്താദിനെ കൊലപ്പെടുത്തുമ്പോ സംഘപരിവാരങ്ങൾ ചോദിച്ചിരുന്ന AP ആണോന്ന്, അവർ ചോദിച്ചു EKയുടെ പ്രവർത്തകനാണോ എന്ന്, സലഫിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ, തബ്ലീഗിൽ നീ പ്രവർത്തിക്കുന്നവരാണെന്ന് ചോദിക്കുന്നുണ്ടോ, തബ്ലീഗിന്റെ ആശയത്തിൽ പിന്തുടരുന്നവരാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒന്നും ചോദിച്ചിട്ടില്ല. മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിങ്ങൾ ഒന്നിക്കാനുള്ള സമയം ഇനിയും നമ്മൾ കാത്തിരുന്നാൽ ഒരുപാട് വിപത്തുകൾ നമുക്ക് കാണേണ്ടി വരും. കാരണം ഇത് ഞാൻ വർഗീയപരമായി പറയുകയല്ല. മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാതെ അന്യ സമുദായത്തിന് വേണ്ടി നമുക്ക് ശബ്ദിക്കാൻ എങ്ങനെ കഴിയും? നമ്മുടെ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കാതെ മറ്റു മതസ്ഥർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുകയും നമ്മൾ ഓരോരുത്തരും ശബ്ദിക്കുമ്പോൾ അത് കപട ശബ്ദമല്ലേ? ആദ്യം നമ്മുടെ വീട്ടിലുള്ളതിനല്ലേ നമ്മൾ നേരെയാക്കല്, എന്നിട്ടല്ലേ പുറത്തേക്ക് പോകല്? ആദ്യം നമുക്ക് നേരെയാകാം, എന്നിട്ട് നമ്മളെ നേരെയാക്കാം, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ നമുക്ക് നേരെയാക്കാൻ നോക്കാം. അതല്ലേ നടക്കേണ്ടിയിരുന്നത്, അല്ലേ? എന്താ പറഞ്ഞത്? എത്ര സ്ഥലങ്ങളിലാ ഇന്നലെ സുപ്രഭാതത്തില് ഒന്നും അങ്ങനെ വരാൻ പാടില്ലാത്തൊരു സംഭവമാണ് സുപ്രഭാതം പത്രത്തിൽ വന്നത്. അബ്ദുൽ നാസർ മഅദനിയുടെ മകന്റെ കല്യാണമാണ്. ഉമർ മുഖ്താറിന്റെ കല്യാണമാ അബ്ദുൽ നാസർ മഅദനിയുടെ മകന്റെ. പൊന്നാനിയിലാണ് പ്രതിശുദ്ധ വധു. പൊന്നാനിയിലെ ഒരു പഴയ പീഡിപ്പിക്കാരനാ, മഅദനിയോടുള്ള സ്നേഹമുള്ളവനാ, ഒക്കെയാ, മഅദനിയെ അങ്ങേറ്റം സ്നേഹിക്കുന്നവനാ. അവര് ആ പെണ്ണിന്റെ വാപ്പ ആയത് കാരണം ഇന്ന് സുപ്രഭാതത്തിൽ വന്നു മഅദനി പരോളിന് അപേക്ഷിച്ചിട്ടുണ്ട്, ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ കൊടുക്കൽ സാധാരണമായ പത്രവാർത്ത. പക്ഷെ അതിനോടൊപ്പം ഒരു കാര്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? മുമ്പത്തെ സിമി പ്രവർത്തകനായ ഇന്നയാളുടെ മകളാണ് മഅദനിയുടെ മകൻ കല്യാണം കഴിക്കുന്നത്. മറ്റേത് പത്രത്തിലല്ല, സുപ്രഭാതത്തിലാ. ജന്മഭൂമിയിൽ വന്നാൽ നമുക്ക് കൊണ്ടുപോയി ടോയ്ലറ്റിലിടാം, പക്ഷെ ഏതിലാ വന്നത്? സുപ്രഭാതത്തിലാ. അതുകൊണ്ട് ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല, ഞാൻ സത്യം വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സംഘടനാ വിവേചനമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് നിന്നുകൊണ്ട് നമ്മൾ ഈ സംഘപരിവാരനെതിരെ, ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടേണ്ട കാലമാണ് നമ്മൾ ഉള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിർത്തുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഉത്തർപ്രദേശ് MP കുറെ കാര്യം സംഘപരിവാരന്റെ മറുപടി കൊടുക്കാൻ പറഞ്ഞാല് 100 വയസ്സ് കൊടുക്കാനുണ്ടാവും. പക്ഷെ അതിന് സമയമില്ല. ഇൻഷാ അല്ലാഹ് ഇനി വേദികളുണ്ടല്ലോ. സംഘപരിവാരങ്ങൾക്ക് മറുപടിയായി തന്നെയാണ് കേരളത്തിന്റെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലൂടെയും ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് MP, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഇത് ബദർ മൗലൂദൊന്നല്ലോ പേരൊന്നും ഓർമ്മിച്ചു വെക്കാൻ, അതുകൊണ്ട് പേരൊന്നും ഓർക്കുന്നില്ല. ഉത്തർപ്രദേശിലെ MP പറഞ്ഞെന്താണെന്നറിയോ? അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ മുസ്ലിം സമുദായം തടസ്സമാകുമെങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള കാര്യവും തടസ്സമാകുമെന്ന. എന്നിട്ട് അവർ പറയുന്നു 100 കോടി, ഇന്ത്യയിലെ 100 കോടി ഹൈന്ദവർ വിചാരിച്ചാൽ നിങ്ങൾക്ക് അത് ഹജ്ജ് നിർവഹിക്കാനുള്ള തടസ്സമുണ്ടാകുമെന്നാ പറഞ്ഞത്. ആ
സംഘപരിവാറിന്റെ കറുവ പശുവിനോട്, ആ MP-യോട് മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം വിട പറയുക. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? 100 കോടി വരുന്ന ഹൈന്ദവർ വിചാരിച്ചാൽ നിങ്ങൾ ഹൈന്ദവരെ ഒറ്റ കൂട്ടണ്ട, നിങ്ങൾക്ക് ഹിന്ദു എന്ന് പറയാനുള്ള അർഹതയില്ലടോ സംഘപരിവാരങ്ങളെ. എന്താണ് ഹിന്ദു? ഇൻസാന്റെ ഷഹദേദ് ഹിന്ദു, ഇൻസാന്റെ ഷഹദേദ് ഹിന്ദു. ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നവൻ ഹിന്ദു അല്ല എന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പഠിപ്പിക്കുമ്പോ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഹിന്ദു ആകാൻ കഴിയുന്നത്? അതുകൊണ്ട് നിങ്ങൾ നല്ലവരായ ഹൈന്ദവരെ നിങ്ങൾ കൂട്ടുപിടിക്കണ്ട, ഹൈന്ദവരെ നിങ്ങൾ കൂട്ടുപിടിക്കണ്ട. നിങ്ങൾ സംഘികളാണെന്ന് പറയാനുള്ള ആണത്തം കാണിക്ക്. എനിക്ക് നിങ്ങളോട് സംഘികളോട് പറയാനുള്ളത്, മുസ്ലിം സമുദായത്തിന്റെ യൂണിറ്റിയും മുസ്ലിം സമുദായത്തിന്റെ അംഗബലവും ആൾബലവും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ ഇന്ത്യയുടെ 100 കോടി ജനങ്ങളെ വെച്ച് നിങ്ങൾ ഞങ്ങളോട് വെല്ലുവിളിക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പഴയകാല ചരിത്രത്തിലേക്കൊന്ന് പോകണമെന്നാ പറയുന്നത്. നിങ്ങൾ ബദർ യുദ്ധത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക്, ആ ബദർ എന്താണെന്നുള്ള ചരിത്ര പുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്കണം. ആദർശ പ്രബോധനത്തിന് വേണ്ടി ഒരു നാട്ടിൽ നിന്ന് ആദർശ പ്രബോധനത്തിന് വേണ്ടി റസൂലും സഹാബത്തും കഴിയാതെ വരുമ്പോ മറ്റൊരു നാട്ടിലേക്ക് പ്രയാണം ആരംഭിച്ചു. അവിടെ എത്തിയപ്പോഴും അവർക്ക്, ഇത് ഞാൻ പറയുന്നത് സംഘികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അവിടുന്ന് ആദർശ പ്രബോധനം നടത്താൻ കഴിയാത്തതിന്റെ പേരില് അവരെന്ത് ചെയ്തു? അപ്പുറത്തെ നാട്ടിലേക്ക് പോയി, മദീനയുടെ മണ്ണിലേക്ക്. അവിടെയും ആദർശ പ്രബോധനത്തിന് വേണ്ടി അവർക്ക് തടസ്സമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി നമുക്ക് പോരാടുക തന്നെ ചെയ്യണം, ഇനി നമുക്ക് പോരാടുക തന്നെ ചെയ്യണം. അപ്പോ സഹാബത്തുകൾ ചോദിച്ചു, അല്ലയോ റസൂലേ, അല്ലയോ റസൂലേ, നമുക്ക് അംഗബലമില്ലല്ലോ റസൂലേ, നമുക്ക് ആൾബലമില്ലല്ലോ റസൂലേ, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭക്ഷണങ്ങളില്ല, ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, പരിചകളില്ല, നൃത്തം ചെയ്യാൻ ഭാര്യമാരില്ല, പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരില്ല. പക്ഷെ ശത്രുഭാഗത്ത് അതല്ല റസൂലേ, ശത്രുഭാഗത്തിൽ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അവരുടെ കയ്യിൽ കൊഴുത്തു തടിച്ച ഒട്ടകങ്ങളുണ്ട്, അവരുടെ കയ്യിൽ കുതിരകളുണ്ട്, അവരുടെ കയ്യിൽ പരിചകളുണ്ട്, വാളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സംഘപരിവാറിന്റെ കിരാതങ്ങൾ കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. അവസാനമായിട്ട് ഞങ്ങൾ ജഗന്തി എന്താവാ അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅൽ വകീൽ വനിഅൽ മൗലാ വനിഅൻ നസീർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമരമുഖത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങളുടെ കുഴികുത്തലാണ്, അത് നിങ്ങളുടെ കുഴികുത്തലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇൻഷാ അല്ലാഹ് സംഘപരിവാറിന്റെ മറുപടിയായിട്ട് കേരളത്തിന്റെ മണ്ണില് 20 പാർലമെന്റ് മണ്ഡലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര നയിക്കുകയാണ്. റിയാസ് മൗലവിക്ക് നീതി കിട്ടിയേ തീരൂ, റിയാസ് മൗലവിക്ക് നീതി കിട്ടിയേ തീരൂ. ഇൻഷാ അല്ലാഹ് ഈ സമര പോരാട്ടത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും റിയാസ് മൗലവിക്ക് നീതി വാങ്ങിയിട്ടേ ഇൻഷാ അല്ലാഹ് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാവരും ഈ കേരള യാത്രയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ മനസ്സുകൊണ്ടോ നിങ്ങളുടെ ശരീരം കൊണ്ടോ എങ്ങനെ സഹായിച്ചാലും പ്രശ്നമില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങളുണ്ടെങ്കിൽ ഏതൊരു സംഘപരിവാറിന്റെ അന്തഃപുരത്തും ഞങ്ങൾ കയറും. എങ്ങനെ നീതി വാങ്ങണം, എവിടെ നിന്ന് നീതി വാങ്ങണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് 1000 വിശുദ്ധ ഇസ്ലാമിന്റെ വിപ്ലവ തത്വാധിഷ്ഠിത ധീര അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവര്, നമ്മുടെ പരിപാടിയുടെ സമാപന പ്രഭാഷണം ഈ കേരള യാത്രയുടെ നായകനുമായ നൗഫൽ പ്രഭാഷണം നടത്തിക്കഴിഞ്ഞു. പൊതുവെ ഒരു യാത്ര തുടങ്ങുകയാണെങ്കിൽ ഉദ്ഘാടകനും